ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോട്ടെ CPM-നകത്ത് നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അവർ തമ്മിലുള്ള പല കച്ചവട കണക്കുകളുടെയും തർക്കത്തിലൊടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ ഗൗരവകരമാണ്. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. CPM-ന്റെ ഈ കള്ളത്തരങ്ങൾ കൊണ്ട് കോഴിക്കോട്ടെ പൊതുസമൂഹം മലീസപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഓരോ വാർത്തകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഇവിടുത്തെ ഓരോ തർക്കങ്ങളുടെയും പിന്നിൽ മധ്യസ്ഥത വഹിക്കുന്നത് CPM-കാരാണ്. അവരതിന് വാങ്ങുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ്. CPM-നകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തു വരുന്നത്. ഇത് CPM-ലുള്ള അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വിശാലമായ മേഖല പുറത്തു കൊടുക്കുകയാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം. അന്വേഷണം ഒരിക്കലും കേരള പോലീസിൻ്റെ താവരുത്. CPM സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്നുള്ള MV ഗോവിന്ദൻ മാഷ്ട പ്രസ്താവനയും കൂട്ടി വേണം ഈ സംഭവത്തെ കാണാൻ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇതിനകത്ത് CPM നിലപാട് പാർട്ടി നിലപാട് പറയട്ടെ, സർക്കാർ നിലപാട് പറയട്ടെ. ഇപ്പോഴും CPM-നകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ പ്രവർത്തകരുണ്ട്. അവരൊക്കെ പ്രതികരിക്കട്ടെ. ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ നിലപാട് സത്യസന്ധമാണെങ്കിൽ, CPM നിലപാടിൽ സത്യസന്ധതയുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണത്തിന്, കോടതിയുടെ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം. CPM ശുപാർശ ചെയ്യണം. അതില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്ത് വരും. ആരോപണ വിധേയൻ ഉണ്ട്, പക്ഷെ പരാതിക്കാരില്ല, പാർട്ടിക്കുള്ളിലാണ് പരാതി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട്ടെ CPM-നകത്ത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു, ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഓരോ മാഫിയയുടെയും തങ്ങൾ തർക്കം വരുമ്പോൾ രണ്ടു ഭാഗത്തും ഒന്ന് മന്ത്രി റിയാസിന്റെ നേതൃത്വ ലോബിയും മറുഭാഗത്ത് പാർട്ടി ലോബിയുമാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൈയടക്കിയത് CPM-ആണ്. ഈ ഗൗരവകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനല്ലോ. ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞ് പുറത്തുകൊണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം. എങ്കിലേ ഗവൺമെന്റിന് പങ്കില്ലാതെ വിശ്വസിക്കാൻ പറ്റും. മന്ത്രി റിയാസിന് പങ്കെടുത്തോളം കാലം അത്തരമൊരു നടപടി പോലീസും സർക്കാരുകളും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണമെന്നുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. എന്ത് അന്വേഷണം വേണമെങ്കിലും ഒരു പരാതി വേണം. നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല, അവർ പറയുന്നുമില്ല. ഇല്ല, പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ, പരാതി ഇല്ലെങ്കിൽ സമൂഹത്തെ സ്വമേധയാ കേസെടുക്കാമല്ലോ. പോലീസിന് വേണമെങ്കിൽ ഇത് സ്വമേധയാ കേസെടുക്കാം. അങ്ങനെ എത്ര കേസെടുത്തിട്ടുണ്ട്? ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അഴിമതി ഇത് ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗത്വം തൂക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമല്ലേ? ഇത് സാധാരണ അഴിമതിയാണോ? ഇതിപ്പോ പുറത്തു വന്നു. ഇവിടുത്തെ പല സ്ഥലം മാറ്റങ്ങൾക്ക്, അനധികൃത കോറികൾക്ക്, മണ്ണ് മാഫിയക്ക്, സ്വർണ്ണ മാഫിയക്ക് എല്ലാത്തിനും പിന്തുണ കൊടുക്കുന്നത് ഈ റിയാസത്തെ ലോബിയാണ്. എന്ത് തെളിവ് വെച്ചിട്ട് പരാതി കൊടുക്കും? പക്ഷേ ഞാൻ പറയട്ടെ, ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആരോപണ വിധേയ പാർട്ടിക്ക് ബാധ്യതയില്ലേ? പാർട്ടി തെളിയിക്കണ്ടേ? സർക്കാരിന് ബാധ്യതയില്ലേ? സർക്കാരിന്റെ നോമിനിയായി വരുന്ന ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗത്വം തൂക്കി വിറ്റു എന്ന് പറഞ്ഞാൽ അതിന് നടക്കണെടുക്കാൻ സർക്കാരല്ലേ? ഇതിപ്പോ നടക്കാൻ പോകുന്നത് പാർട്ടി യോഗം ചേർന്ന് ഈ ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്യോ കാര്യങ്ങൾ ചെയ്യോ എന്ത് നടപടിയായിരിക്കും കോൺഗ്രസ്? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അഴിമതി എന്ന് പറയുന്ന CPM-മായി ബന്ധപ്പെട്ട മഞ്ഞുമലയുടെ അറ്റം മാത്രമാണിത്. ഇത് പുറത്തു വരും, ഇത് പുറത്തു കൊണ്ടുവരും. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് CPM-നെ ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ട് പുറത്തു വരാൻ പോകുന്നത് നാറുന്ന കഥകളാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആദ്യം പുറത്തു വന്നു. പാർട്ടിക്കുള്ളിലെ നടപടി കൊണ്ട് തൃപ്തരല്ല. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പണം വാങ്ങിയ ഏജന്റിനെയോ ബലിയാടാക്കിക്കൊണ്ടുള്ള നടപടിയിൽ കോൺഗ്രസും പൊതുസമൂഹവും തൃപ്തരാവില്ല.
അത് പറയുന്ന പാർട്ടിക്കാർ സംശയം എന്താ കാര്യത്തിൽ അങ്ങനെയുള്ളത് പുറത്തു വരുന്നത് തന്നെ. ഇത് വായിച്ചാൽ അക്ഷരാഭ്യാസമുള്ള ആർക്കും മനസ്സിലാവില്ലേ? കോഴിക്കോട്ടെ പൊതുരംഗവും കോഴിക്കോട്ടെ രാഷ്ട്രീയ രംഗവും പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളത്. ഒരു ഭാഗത്ത് മന്ത്രി റിയാസിന്റെ മാഫിയ ബന്ധം അതിൽ വരുന്നത് സ്റ്റീൽ കോൺഗ്രസിന്റെ വിൽപ്പന വരെ റിയാസിന് പങ്കുണ്ട്. ഞങ്ങൾ മാർച്ച് നടത്താൻ പോവുകയാണ്. റിയാസിന്റെ അഴിമതിയുടെയും മാഫിയുടെയും മേഖല അത് വളർന്നിങ്ങനെ പന്തലിക്കുകയാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് CPM പാർട്ടി ലോബിയും മറുഭാഗത്ത് മന്ത്രി ലോബിയുമാണ്. അവർ തമ്മിലുള്ള തർക്കം കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. റിയാസിന്റെ പാർട്ടിയിലെ ശത്രുക്കളാണ് വാർത്ത പുറത്തുവിട്ടത്. അല്ല, റിയാസിന്റെ ഞാൻ പറഞ്ഞ റിയാസിന്റെ പാർട്ടിയുടെ ശത്രു പുറത്തുവിട്ടെങ്കിലും ഒരു കാര്യം വ്യക്തമായില്ലേ, ഇതിന്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന്. പാർട്ടിക്കകത്ത് രണ്ട് മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്നത്. അവിടെ സാധാരണക്കാരൻ്റെയോ പിന്നെ പാവപ്പെട്ട തൊഴിലാളിയുടെയോ കാര്യങ്ങളല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, നാടിന്റെ ക്ഷേമമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നടപടി ചർച്ച ചെയ്തത്. അവിടെയൊക്കെ നടക്കുന്നത് മാഫിയകൾ തമ്മിലുള്ള തർക്കങ്ങൾ തമ്മിലുള്ള മധ്യസ്ഥതയും അവർ തമ്മിലുള്ള പോരാട്ടവും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിന്റെ പങ്കുവെക്കലിന്റെ തർക്കങ്ങളുമാണ് പുറത്തെടുത്തിട്ടുള്ളത്.